ഉണ്ണുന്ന ചോറിനായി വേവുന്ന ജന്മങ്ങൾ. നമ്മുടെ നാട്ടിലെ കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളും ജീവിത നൈരാശ്യവും പൊതുജനസമക്ഷം അവതരിപ്പിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ചിന്തയ്ക്ക് വിഷയമാക്കുക എന്ന ലക്ഷ്യത്തിൽ വില്ലേജ് ന്യൂസ് ചെങ്ങന്നൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിക്കുന്ന ദൃശ്യപരമ്പരയാണിത്. ഗോപിനാഥൻ, എത്ര വർഷമായിട്ട് ഇവിടെ കുട്ടനാട് കൃഷി ചെയ്യുന്നു? ഞാൻ 52-53 വർഷക്കാലം. നെൽകൃഷി പൊതുവെ ലാഭകരമല്ല എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച്? പൊതുവെ ലാഭകരമല്ല വെച്ചാൽ അപ്പർ കുട്ടനാടിൻ്റെ കിഴക്കൻ മേഖലയായ വിയപുരം മുതൽ ചെന്നിത്തല വരെയുള്ള പാടശേഖരങ്ങളിൽ അവസാന നിമിഷത്തിലെ കൃഷി ഇറക്കാനൊക്കെ പറ്റും. അതായത് ഡിസംബർ അവസാനം ജാനുവരി ആദ്യത്തിലേക്ക് കൃഷി ഇറക്കും. അപ്പോൾ ഇപ്പോഴും വരൾച്ചയുടെയും ഇതും കഴിഞ്ഞ് വെച്ച് ലാസ്റ്റ് വരുന്ന മഴയും കൂടി ഈ കർഷകനെയും ബാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഭീമമായ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം വരുമ്പോൾ നെല്ലിന് വിളവ് കുറയും, പിന്നെ നെല്ല് വെള്ളത്തിൽ വീഴും. അപ്പോൾ കൊയ്തെടുക്കാനുള്ള മിഷന് കൂടുതൽ സമയങ്ങൾ വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒന്ന് മെയിനായിട്ടുള്ള കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട്ടിലെ ഒരു പാടശേഖരങ്ങൾക്കും പുറബണ്ടുകളില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് പുറബണ്ടുകൾ അപ്പർ കുട്ടനാട്ടിലെ പുറബണ്ടുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കി തന്ന് പാടം നേരത്തെ കൃഷി ഇറക്കാനുള്ള സംവിധാനം വേണം. രണ്ടാമത് ഈ തോട് കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടനാട്ടിലെ അച്ചമ്പൂവിലാറിൻ്റെ തീരത്ത് മുഴുവൻ മണ്ണ് അടിഞ്ഞു കിടക്കുക. ഇപ്പം ഞങ്ങളുടെ പാടശേഖരത്തിനെക്കാട്ടിലും കിളന്നാണ് ആറ് ഒഴുകുന്നത്. അപ്പോൾ എത്രയും വെള്ളം ഇങ്ങോട്ട് ഒഴുക്ക് വരുമ്പോഴേ പാടം മുറിഞ്ഞങ്ങ് പോവുക. അതിനകത്ത് ചെളിയും മണ്ണും മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത്. അതായത് വിയപുരം മുതൽ പിന്നെ ചെന്നിത്തല വരെയുള്ള, അപ്പോൾ അച്ചമ്പൂലാറിൻ്റെ അച്ചമ്പൂലാറ് താഴത്ത് പമ്പയും അച്ചമ്പൂലാറായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ള ഗുണം വെച്ചാൽ ഈ 6 താക്കുമ്പോൾ ഈ പാടശേഖരങ്ങൾക്ക് വേണ്ട ചെടികളെല്ലാം ഏറെക്കുറെ പാടശേഖരങ്ങൾക്ക് വേണ്ട ചെടികളും ബണ്ടും ശരിയാകും. അതിൽ ഈ ബണ്ട് വൃത്തിയായാൽ തെങ്ങിൻ്റെ ഇപ്പം കരിക്കിൻ്റെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ്റെ കൃഷി ചെയ്താലും അല്ലെ അതിനകത്ത് പച്ചക്കറി ഇടാനല്ല ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഈ ബണ്ട് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനൊക്കും. അതായത് അതാത് പാടശേഖരങ്ങളിൽ പച്ചക്കറി കൃഷിയും നടക്കും, അതാത് പാടശേഖരങ്ങളിൽ നെൽകൃഷിയും നടക്കും. അതെ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പമ്പിങ് സബ്സിഡിയും മറ്റു കാര്യങ്ങളും കാലാകാലങ്ങളിൽ കിട്ടുന്നില്ല. അത് പാടശേഖര സമിതികളാണ് ഇപ്പോൾ പമ്പിങ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭീമമായ തുകകളും പാടശേഖരങ്ങൾക്ക് കടബാധ്യതയാണ്. ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കുവാനുതകുന്ന കാർഷിക സംബന്ധിയായ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക.